ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 14-ാം തീയതിയാണ്. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നോക്കാം. രാവിലെ ഓപ്പണിംഗ് 25,150 എന്ന് പറയുന്ന ഒരു ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസിംഗ് നോക്കുമ്പോൾ 67 പോയിന്റോളം നിഫ്റ്റിയിൽ ഡൗണിലേക്ക് പോയിട്ടുണ്ട്. 25,82 എന്ന് പറയുന്ന ഒരു ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ നിന്ന് ഏകദേശം 27 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ആവുകയാണ് ചെയ്തിരിക്കുന്നത്. 22 സ്റ്റോക്കുകൾ മാത്രമാണ് പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ IT ഇൻഡെക്സ് നോക്കുമ്പോൾ 419 പോയിന്റോളം ഡൗണിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാങ്ക് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കാണും. 10 പോയിന്റിന് ഒരു പോസിറ്റിവിറ്റി, ഏകദേശം ഫ്ലാറ്റ് എന്ന് പറയുന്ന രീതിയിൽ പറയാൻ സാധിക്കും. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് പോസിറ്റീവിലാണ്. അതുപോലെ ഓട്ടോ നോക്കുകയാണെങ്കിൽ 58 പോയിന്റ് ഓട്ടോ പോസിറ്റീവിലാണ്. FMCG 115 പോയിന്റോളം FMCG പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ലോ സൈസ് ആയ സ്റ്റോക്കുകൾ നോക്കുകയാണ്. IT ഇൻഡെക്സിലെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളെല്ലാം ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. ടെക് മഹേന്ദ്ര, വിപ്രോ, ഇൻഫോസിസ്, HCL ടെക്, TCS. അതിൽ ജിയോ ഫിനാൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ടോപ്പ് ലോ സൈഡ്സ് നിൽക്കുന്ന സ്റ്റോക്കാണ്. നമുക്ക് റിലയൻസിൻ്റെ വെയിറ്റേജ് നോക്കണം. റിലയൻസിന് ഡൗണിൽ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ മാർക്കറ്റ് ഡൗണിൽ പോലും പോസിറ്റീവിലേക്ക് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടൈറ്റൻ, HDC ലൈഫ്, ONGC ഗ്രാസം എന്ന് പറയുന്ന ഒരു സ്റ്റോക്കും ഇന്ന് ഡൗണിലേക്കാണ് വന്നിട്ടുണ്ടായത്. കഴിഞ്ഞ ദിവസം FIയുടെ ഭാഗത്തു നിന്ന് ഒരു 5,104 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ DIA കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ബൈയിങ്ങിലായിരുന്നു. 3,558 കോടി രൂപയ്ക്ക് DIAയും ബൈ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മാർക്കറ്റ് ഡൗണിലേക്ക് പോകാനുള്ള കാര്യം IT സ്റ്റോക്കുകൾ ഉണ്ടാകുന്ന ഒരു സെല്ലിംഗ് തന്നെയാണ്. TCS നല്ല രീതിയിൽ സെല്ലിങ്ങിലേക്ക് വന്നിട്ടുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെൽ ഓഫ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ ഡൗണിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ FIയുടെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതുപോലെ താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കും 30% താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഗസ്റ്റ് 1 മുതലാണത് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ വീക്കായിട്ടുള്ള ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലും ജപ്പാനും അതുപോലെ തന്നെ മറ്റു ഏഷ്യൻ മാർക്കറ്റും ഡൗണിലേക്കാണ് നിൽക്കുന്നത്. ഈ ഒരു ഇത്തരമുള്ള പ്രധാന കാര്യങ്ങൾ മാർക്കറ്റിലെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഡൗണിലേക്ക് പോകുന്നതിനും മാർക്കറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. പ്രധാനമായിട്ട് നമുക്ക് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് നെഗറ്റീവ് തന്നെയാണ്. 11 രൂപ റിലയൻസ് നെഗറ്റീവിലൊക്കെ പോയിട്ടുണ്ട്. HDFC, ഭാരതി എയർടെലും ഇന്ന് വലിയ ഡൗൺ ഇല്ല. ICC ഡൗൺ ഇല്ല. പക്ഷേ ഇൻഫോസിസ് ഡൗണിലാണ്, ITC ഡൗണിലാണ്. അതുപോലെ HCL ടെക് IT ബേസ്ഡ് കമ്പനിയാണ്, അതും നെഗറ്റീവിലാണ് നിൽക്കുന്നത്. കൊടാക് ബാങ്ക് 16 രൂപയോളം പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. വിപ്രോ നെഗറ്റീവിലാണ്. അതുപോലെ ടാറ്റ മോട്ടേഴ്സ് നെഗറ്റീവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോൾ ഇന്ത്യ നെഗറ്റീവിലാണ്. അദാനിയുടെ സ്റ്റോക്കുകൾ രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് പോസിറ്റീവ് ആയിരുന്നു. അദാനിയുടെ എല്ലാ സ്റ്റോക്കും പോസിറ്റീവ് ആയിരുന്നു. ഇപ്പോൾ നോക്കുമ്പോഴും അദാനി ഗ്രീനും പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 10 രൂപയോളം 3% അദാനി പോസിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അദാനി പവർ, അദാനി ഗ്രീൻ സൊല്യൂഷൻ, അദാനി പോർട്ട് 1 രൂപയോളം പോസിറ്റിവിറ്റി ഉള്ളൂ. അദാനി സ്റ്റോക്ക് നോക്കുന്ന സമയത്തും ഉച്ച സമയത്തൊക്കെ പോസിറ്റിവിറ്റി നമ്മൾ കണ്ടിരുന്ന ഒരു സ്റ്റോക്കുകളാണ്. ബാങ്ക് നിഫ്റ്റി വലിയ പോസിറ്റിവിറ്റി തന്നെ ആയിരിക്കും. കാരണം ബാങ്ക് നിഫ്റ്റി 10 പോയിന്റ് ഡൗൺ മാത്രമാണ് കാണാൻ സാധിക്കുന്നുള്ളത്. ഇന്ന് നിഫ്റ്റിയിൽ വലിയ രീതിയിൽ താഴത്തേക്ക് പോകാതെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് താങ്ങി നിർത്തിയത് ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകളാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റോക്കിൽ പോസിറ്റീവിൽ നിൽക്കുന്ന ടിറ്റകൻ എന്ന് പറയുന്ന സ്റ്റോക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ 25,151 എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ഡൗണിലേക്ക് വരികയുണ്ടായി. 50 മിനിറ്റ് ചാർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു മുകളിലേക്ക് പോയി. ആ സമയത്ത് ഞാൻ റിക്കവറി പ്രതീക്ഷിച്ചാണ്. പക്ഷേ 25,133 എന്ന് പറയുന്ന ആ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു. വീണ്ടും അവിടെ നിന്ന് 25,000 എന്ന് പറയുന്ന ഒരു ലെവലിനെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് കൃത്യമായിട്ട് ടച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് തിരിച്ച് 25,100 മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നാളത്തെ മാർക്കറ്റിൽ നമുക്ക് 25,133 അതുപോലെ 25,000 എന്ന് പറയുന്ന ലെവൽ പ്രധാനമായിട്ടുള്ള ലെവലുകളായി മാറും. അപ്പോൾ നമുക്ക് നോക്കാം.